എന്റെ ജഗദീശ്വര ഭഗവാനെ. പപ്പേട്ടനെന്താ പതിവില്ലാതെ അമ്പലത്തിലേക്ക്? മനുഷ്യരോടുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. ഇനിയിപ്പോ ഈശ്വരന്മാരെയൊക്കെ ഒന്ന് ബലത്തിൽ പിടിച്ചു നോക്ക. ദേ പോണ കണ്ടില്ലേ പിശാചുക്കള്? രണ്ടുപേരും വഴക്കായിരുന്നു. ഇതിലാരാ മുതലാളി ആവാന്ന് അറിയാത്തോണ്ടാ ഞാൻ രണ്ടുപേരുടെ കൂടി നിന്നത്. ഇപ്പൊ ദാ രണ്ടുപേരും കൂടി ഒരുമിച്ചായി. ദേ ഈ പപ്പൻ പാവ ഒരു ഇന്നസെന്റ് ആണേ. யார் நீங்க? உள்ள வாங்க. ஏதாவது டான்ஸ் ப்ரோഗ്രാം ബുക്ക് பண்ண வந்திருக்கீங்களா? உட்காருங்க. മലയാളം പറഞ്ഞ എനിക്ക് മനസ്സിലാവും, തമിഴിൽ പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ലല്ലേ? എന്റെ കണ്ണീരും പ്രാർത്ഥനയും കൊണ്ടാ മിനുവേട്ടൻ എനിക്ക് തിരിച്ചു കിട്ടിയത്. വീണ്ടും നീ അദ്ദേഹത്തെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കരുത്. നിന്റെ ഭർത്താവിനെ ഞാൻ എന്റെ പാവാട ചരടിൽ കെട്ടിയിട്ടിരിക്കുകയല്ല. നിന്റെ ഭർത്താവ് എന്റെ കിടക്കറ തേടി വരുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകൊണ്ടായിരിക്കും. സൂക്ഷിച്ച് സംസാരിക്കണം. പണത്തിന്റെ തൂക്കമനുസരിച്ച് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് കാണിക്കുന്ന സാമർത്ഥ്യം കിടക്കറയിൽ കാണിക്കാൻ ഒരു ഭാര്യയ്ക്കും കഴിയില്ല. നീയും ഞാനും ഒരേ തെറ്റ് തന്നെയാ ചെയ്യുന്നത്. സോറി, എന്നേക്കാൾ വലിയ തെറ്റാ നീ ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞ് ഭർത്താവുമൊത്ത് ജീവിക്കുമ്പോഴും കാമുകനുമായി കഴിയ. നിന്നോട് പറഞ്ഞു ജയിക്കാൻ എനിക്കാവില്ല. അത്രയ്ക്ക് തരം താഴാനും ഞാൻ തയ്യാറല്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, എനിക്ക് കിട്ടിയ ഈ പുതിയ ജീവിതം നശിപ്പിക്കാൻ നീ ശ്രമിച്ചാലുണ്ടല്ലോ, വണ്ടർഫുൾ പെർഫോമൻസ്, നല്ല സ്റ്റൈൽ ആൻഡ് ഡയലോഗ്സ്. നിനക്ക് ഇതൊക്കെ ആര് പഠിപ്പിച്ചു തന്നു? കലക്കി. യെസ് സ്പീക്കിംഗ്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. മിസ്സസുമായിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകണം. അയ്യോ ഞാനില്ല, പുറത്തു പോയുള്ള മദ്യപാനമൊക്കെ എന്നെ നിർത്തി. പിന്നെ ഒരു സ്മോൾ അടിക്കണമെന്ന് തോന്നിയാൽ മിസ്സസ് ഒഴിച്ചു തരും, കഴിക്കും, അത്രേ ഉള്ളൂ. ഹെൻപെക്ട് എന്നോ പെൺകോന്തൻ എന്നോ എന്ത് വേണേലും വിളിച്ചോളൂ, ഒരു വിരോധവും ഇല്ല. അതൊരു സുഖ. ഓക്കെ then. சார் ஆபீஸ்ல இருந்து கொடுத்து விட்டாங்க. രേഖേ, നിനക്കൊരു കത്തുണ്ട്. രേഖേ, വേഗം റെഡിയാൻ നോക്ക്, ഇപ്പൊ തന്നെ ഉച്ചയായി. മിനുവേട്ടൻ കുളിക്കുന്നില്ലേ? എനിക്ക് 2 മിനിറ്റ് മതി, വാ. പ്രിയമുള്ള രേഖയ്ക്ക്, ഞാൻ ഇന്നലെ രാത്രി 11:30 ഇവിടെ എത്തി. ഫ്ലൈറ്റിലിരുന്നപ്പോൾ നീയായിരുന്നു മനസ്സ് നിറയെ. ഞാൻ മറക്കാൻ ആഗ്രഹിച്ചിരുന്ന പഴയ കാലങ്ങൾ നിന്നെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ കൂടുതൽ വർണ്ണഭംഗിയോടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. എനിക്ക് തോന്നുന്നു നിന്നോടുള്ള സ്നേഹത്തിന് ഞാൻ അറിയാതെ തീഷ്ണത കൂടിയെന്ന്. മാനസികമായി എന്നേ ഒന്നായവരാണ് നമ്മൾ, അല്ലേ? അമ്മാവന് പറ്റിയൊരു ബുദ്ധിമോശം കൊണ്ട് നിന്റെ ജീവിതത്തിന് താളം തെറ്റിയില്ലെന്ന് ഓർക്കുമ്പോൾ എന്റെ മനസ്സാണ് നൊമ്പരം കൊള്ളുന്നത്.
വർഷങ്ങൾക്ക് ശേഷം നിന്നെ കണ്ടുമുട്ടിയപ്പോൾ ഇങ്ങനെ കാണാനല്ല ഞാൻ ആഗ്രഹിച്ചത്. ഒന്ന് പറയാൻ രേഖ, എനിക്ക് എന്നും നിന്നെ മറക്കാനാവില്ല. വിനോദിന്റെ വഴിവഴച്ച പോക്കിൽ മനംനൊന്ത് നീ അവിവേകമൊന്നും കാണിക്കരുത്. നിനക്ക് ഞാനുണ്ട്. ഇന്നും നിന്നെ സ്വീകരിക്കാൻ എന്റെ മനസ്സൊരുക്കുക. മിക്കവാറും അടുത്ത മാസം ആദ്യം എനിക്ക് ഊട്ടിയിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾ പിന്നാലെ. സ്വന്തം അജി. ഞാൻ റെഡി. ഇനി സാറൊന്ന് കുളിച്ചു വന്നാൽ നമുക്ക് പോവാം. വിനോട്ടം കുളിച്ചില്ലേ? ഞാൻ മുഖം ഒന്ന് കഴുകി. എന്താ സാറേ ഇത്? ഹാൻഡ് ബാഗിനെ കുളിപ്പിക്കാൻ പോവാ? എന്നാ ചെല്ലേ. ഇതല്ല, ദേ അത്. ഇതോ? ആ, അതൊന്ന് എടുക്കോ. വിനോട്ട, ഈ സാരി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഏത് സാരിയാ നിനക്ക് മാച്ച് ആകാത്തത്? അയ്യോ വിനോട്ട, എന്റെ ബാഗ് മറന്നു. കീ അതിലാ. ബാഗോ? എവിടെ വെച്ച്? ആ കടയിൽ. ബാഗിൽ അധികം രൂപയൊന്നും ഇല്ലല്ലോ. ഇല്ല, രൂപയില്ല. പക്ഷേ കീ ഇല്ലാതെ. ഓ, അത് സാരമില്ല. ഒരു കീ എന്റെ കയ്യിലും ഉണ്ടല്ലോ. അല്ല വിനോട്ട, നമുക്ക് ആ കടയിലൊന്ന് അന്വേഷിച്ച് നോക്കണ്ടേ, ബാഗ് അവിടെ ഉണ്ടോന്നറിയാൻ? ഫോൺ ചെയ്ത് ചോദിക്കാം. അവിടെ ഉണ്ടെങ്കിൽ നാളെ പോയി എടുക്കാം. ഹനീഫാസ് അല്ലേ? ഞാൻ വിനോദ് മേനോനാ. എന്റെ വൈഫിന്റെ ഹാൻഡ് ബാഗ് അവിടെ വെച്ച് മിസ്സായിട്ടുണ്ട്. കിട്ടിയോ? ശരി, നാളെ ഞങ്ങൾ വന്നെടുത്തോളാം. താങ്ക് യു. ഹലോ. ഹലോ. ഇന്നലെ ഒരു ഹാൻഡ് ബാഗ് ഇവിടെ വെച്ച് മറന്നിരുന്നു. ആ, ഇതാണോ? ആ, താങ്ക്സ്. പ്ലീസ് ചെക്ക് ഇറ്റ്. ഇറ്റ്സ് ഓക്കെ. നോ, എന്തേലും മിസ്സായിട്ടുണ്ടോ നോക്കണം. എല്ലാം ഉണ്ട്. നമുക്ക് പോവാം. താങ്ക് യു. വെൽക്കം. മിസ്സസ് രേഖ വിനോദ്, ക്ഷമിക്കണം. നിങ്ങൾ പ്രതീക്ഷിച്ച കത്തല്ല ഇത്, അല്ലേ? നിങ്ങളുടെ പഴയ പ്രണയ കഥകളെക്കുറിച്ചും ഇപ്പോഴും കാമുകനുമായി തുടർന്നു വരുന്ന അവിശുദ്ധ ബന്ധത്തെക്കുറിച്ചും വ്യക്തമായി തെളിവ് നൽകുന്ന ഒരു കത്ത് നിങ്ങളുടെ ബാഗിൽ നിന്ന് നഷ്ടപ്പെടാനിടയായ സാഹചര്യം തികച്ചും നിർഭാഗ്യകരമായി പോയി. ഏതായാലും അതിപ്പോൾ എന്റെ പക്കലുണ്ട്. സ്ത്രീയുടെ പാതിവൃത്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ കൽപ്പിക്കുന്ന വില വളരെ കൂടുതലാണ്. നിങ്ങളും അങ്ങനെ കരുതുന്നുവെങ്കിൽ ആ കത്ത് എന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം. മറിച്ചാണ് കരുതുന്നതെങ്കിൽ
ഞാൻ വിനോദിന് ആ കത്ത് അയച്ചു കൊടുക്കാം. തീരുമാനം നിങ്ങളുടേതാണ്. ആ കത്ത് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വ്യാഴാഴ്ച വൈകുന്നേരം കൃത്യം 8 മണിക്ക് ഹോട്ടൽ ലേക്ക് വ്യൂവിലെ ലിഫ്റ്റിൽ 50,000 രൂപ അടക്കം ചെയ്തൊരു ബ്രീഫ് കേസ് വെക്കുക. ലിഫ്റ്റ് മുകളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിൽ നിങ്ങളുടെ കത്തുണ്ടാവും എന്ന് അജ്ഞാതൻ. മേഡം, ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും പൈസാർ വിളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. 12 പൊയ്ക്കോളൂ. രേഖേ, എന്തു പറ്റി രേഖേ? ഒന്നുമില്ല. സുഖമില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോവാം. എന്താ രേഖേ? തലവേദന മാറിയ? വെറുതെ ഓരോന്ന് ചിന്തിച്ച് നീ ഇല്ലാത്ത അസുഖം ഒക്കെ വരുത്തി വെക്കും. വാ. Many, many happy returns of the day. എല്ലാവരുടെ ജീവിതത്തിലും എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്, വെഡിങ് ഡേ. എന്റെ മോള് ആ ദിവസം പോലും മറന്നു. സോറി വിനോട്ട. മറന്നതിനാ? എന്താന്നറിയില്ല, 2 ദിവസമായിട്ട് ആകെ ഒരു വല്ലായ്മ. എല്ലാം നിന്റെ തോന്നലുകളാ. ഇന്ന് നമുക്ക് വെഡിങ് ഡേ ഗംഭീരമായി സെലിബ്രേറ്റ് ചെയ്യണം. എവിടെയാ നമുക്ക് പോകേണ്ടത്? സവോയ്, ദാസ് പ്രകാശ്, ലേക്ക് വ്യൂ, ഫേണിൽ. നമുക്ക് ലേക്ക് വ്യൂവിൽ പോവാം. ഓക്കെ, ലേക്ക് വ്യൂ എങ്കിൽ ലേക്ക് വ്യൂ. ഹലോ, എന്നെത്തി? ഇന്നലെ എനിക്കിങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. വെരി ഗുഡ്, താങ്ക് യു. ഏതായാലും നല്ല ദിവസം തന്നെ അജിത്ത് എത്തിയല്ലോ. ഇതാണ് ഈ ആത്മബന്ധം എന്ന് പറയുന്നത്. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ഡേ. ആഹാ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ആ അജിത്ത്, ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ വെഡിങ് ഡേ സെലിബ്രേഷൻ ഹോട്ടൽ ലേക്ക് വ്യൂവിൽ വെച്ചാ. അജിത്തും വരണം. അയ്യോ പ്ലീസ്, എനിക്ക് അത്യാവശ്യം. ഒന്നും പറയണ്ട. അജിത്തിനെ മാത്രമേ ഞങ്ങൾ വിളിക്കുന്നുള്ളൂ, അല്ല രേഖ? ആ പിന്നെ തന്റെ ട്രാൻസ്ഫറിന്റെ ഇല വന്നാ ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്യണം. എപ്പോ വേണമെങ്കിലും ചെയ്യാം. എക്സ്ക്യൂസ് മീ. മാറിയിരിക്കുന്നു അല്ലേ?